എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുരുഷന്റെ രതിമൂർച്ചയാണോ സ്ത്രീയുടെ രതിമൂർച്ചയാണോ സൂപ്പർ? അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. അതെ, പുരുഷനിലും സ്ത്രീയിലും രതിമൂർച്ച സംഭവിക്കുന്നുണ്ട്. എങ്കിൽ ആരായിരിക്കും ഈ മത്സരത്തിലെ വിജയി എന്ന് നിങ്ങൾക്കറിയണ്ടേ? അതെ, സ്ത്രീയിലും പുരുഷനും രണ്ട് വിധത്തിലാണ് രതിമൂർച്ചയെ പറ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത്. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മൾട്ടിപ്പിൾ രതിമൂർച്ചയുണ്ടാകുന്നു. ആദ്യം രതിമൂർച്ച ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും സ്ത്രീകൾക്ക് മൾട്ടിപ്പിൾ രതിമൂർച്ച സംഭവിക്കാം. എന്നാൽ പുരുഷന്റെ കാര്യത്തിൽ ഇങ്ങനെയല്ല. ആദ്യം രതിമൂർച്ച ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് സമയം അതിനായി ആവശ്യമാണ്, അഥവാ റിഫ്രാക്ടറി പീരിയഡ്. ഇത് സ്ത്രീയിൽ ആവശ്യമില്ല. ഒന്നാമത്തെ വ്യത്യാസം. രണ്ടാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സ്ത്രീകളിൽ 20 സെക്കൻഡിനുള്ളിൽ 20 സെക്കൻഡ് വരെ സ്ഖലനം നടക്കുന്ന പ്രക്രിയ ആരംഭിക്കുന്നു. എന്നാൽ പുരുഷന്മാരിൽ ഇത് വെറും 3 മുതൽ 10 സെക്കൻഡ് വരെ സമയം ലഭിക്കുന്നുള്ളൂ. മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് പുരുഷന്റെ സ്ഖലനം കൂടുതലും ബേബിയെ സംബന്ധിച്ചാണ്. അതെ, ഒരു പുരുഷന്റെ സ്ഖലനവുമായാണ് ഒരു കുട്ടി ഉണ്ടാകുന്നതുമായി കമ്പയർ ചെയ്യുന്നത്. എന്നാൽ സ്ത്രീയിൽ സ്ഖലനം ഉണ്ടാകുന്നതോ യാതൊരു ബയോളജിക്കലായിട്ടുള്ള യാതൊരു കാര്യവും അതിലില്ല. അതുകൊണ്ട് സ്ത്രീകളിൽ സംസ്കരണം നടന്നോ നടന്നില്ല എന്നതൊന്നും ഇവിടെ വിഷയമല്ല. എങ്ങനെയായാലും പുരുഷനിൽ നിന്ന് സ്ഖലനം സ്വീകരിച്ച് സ്ത്രീകൾക്ക് എന്തായാലും കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. അടുത്തതായി രതിമൂർച്ച രണ്ടു പേർക്കും പല വിധത്തിലുള്ള ഉത്തേജന പ്രക്രിയയിലൂടെയാണ് സംഭവിക്കുക. സ്ത്രീക്ക് ഉത്തേജന പ്രക്രിയ ഏത് അവയവങ്ങളിലൂടെയാണോ സംഭവിക്കുന്നത് അതുപോലെയായിരിക്കില്ല പുരുഷന് മറ്റേതെങ്കിലും അവയവങ്ങളിലായിരിക്കും. അതുപോലെ സ്റ്റിമുലേഷൻ രീതി വ്യത്യാസപ്പെട്ടിരിക്കും. ഇതും പുരുഷനും സ്ത്രീയും വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അടുത്തതായി സ്ത്രീകൾക്ക് രതിമൂർച്ച ഉണ്ടാകുന്നത് വളരെ അപൂർവം കേസുകളിൽ മാത്രമാണ്. 100-ൽ 60% സ്ത്രീകൾക്ക് മാത്രമേ ലൈംഗിക ബന്ധത്തിലൂടെ തന്റെ പങ്കാളിയിൽ നിന്ന് രതിമൂർച്ച സംഭവിക്കുകയും സ്ഖലനം സംഭവിക്കുകയും ചെയ്യുന്നുള്ളൂ. എന്നാൽ പുരുഷന്മാർക്ക് അവരുടെ രതിമൂർച്ചയോടൊപ്പം സ്ഖലനവും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയധികം വ്യത്യാസങ്ങളാണ് സ്ത്രീയും പുരുഷനുമായുള്ളത്. എങ്കിലും പുരുഷനിൽ നിന്ന് ബീജം സ്വീകരിച്ച് ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ 10 മാസം ചുമന്ന് പ്രസവിക്കുന്നത് ഇത് പുരുഷനെ അപേക്ഷിച്ച് ഒരിക്കലും പുരുഷന് ചെയ്യാൻ പറ്റാത്ത അതീവ മാനസിക ശാരീരിക അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് ഓരോ സ്ത്രീയുമെന്ന് പുരുഷന്മാർ തിരിച്ചറിയുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരിക്കപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാവുന്നതാണ്. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.